യേശുവിൻ്റെ ധന്യനാമത്തിൽ വന്ദനം പറയുന്നു. ഒരു വാക്യം വായിച്ച് വേഗത്തിൽ ഞാൻ നിർത്താൻ താല്പര്യപ്പെടുന്നു. ജസ്റ്റ് ഐ വിൽ ഗീവ് ദ ഔട്ട്ലൈൻ. അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള സമയമില്ലാത്തത് കൊണ്ട് വേഗത്തിൽ പോകാം. മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 51-ാം വാക്യം, മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 36-ാം വാക്യം, ഈ രണ്ട് വാക്യങ്ങൾ ഒരുമിച്ച് വായിക്കണം. യേശു അവനോട്, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണമെന്ന് നീ ഇച്ഛിക്കുന്നു എന്ന് ചോദിച്ചതിന്, റബ്ബൂനി, എനിക്ക് കാഴ്ച പ്രാപിക്കണമെന്ന് കുരുടൻ അവനോട് പറഞ്ഞു. 36-ാം വാക്യം. അവൻ അവരോട്, ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്തു തരുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു എന്ന് ചോദിച്ചു. നിന്റെ മഹത്വത്തിൽ മതി. നമുക്കെല്ലാവർക്കും സുപരിചിതമായിരിക്കുന്ന വചനം ആണ്. യേശു ആദ്യം വായിച്ച വാക്യത്തിൽ വഴിമധ്യത്തിലിരിക്കുന്ന ഒരു കുരുടൻ, ഭിക്ഷ യാചിക്കുന്ന കുരുടനോട് ചോദിക്കുന്ന ചോദ്യമാണ്, ഞാൻ നിനക്ക് എന്ത് ചെയ്യണം? രണ്ടാമത്തെ ചോദ്യം, താൻ വളരെ സ്നേഹിക്കുന്ന ശിഷ്യന്മാർ, സെബദായിയുടെ മക്കളായ യാക്കോബും യോഹന്നാനോട് ചോദിക്കുന്ന ചോദ്യമാണ്, ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്തു തരണം? ഇന്ന് പകൽക്കാലം ആ ചോദ്യം ന്യൂയോർക്കിലെ ICA സഭയിലും ദൈവം ചോദിക്കുന്നു, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം? സ്തോത്രം. ചോദിക്കുന്നവൻ അല്പപ്രാണിയായിട്ടല്ല, ചോദിക്കുന്നവൻ അഖിലാണ്ടത്തെ നിർമ്മിച്ച സർവശക്തനായ സൃഷ്ടിതാവായ സർവജ്ഞാനിയായ ദൈവമാണ് ചോദിക്കുന്നത്, ഞാൻ നിനക്ക് എന്ത് ചെയ്യണം? എനിക്ക് ഇന്ന് പകൽക്കാലം ഏറ്റവും സന്തോഷമുള്ളത് ഈ ശിഷ്യന്മാർ പറഞ്ഞ മറുപടിയിലും അതിലും ഉപരിയായിട്ട് കുരുടൻ പറഞ്ഞ മറുപടിയാണ് എന്നെ ഒന്ന് ടച്ച് ചെയ്തത്. കുരുടൻ പറയാനുള്ളത്, കർത്താവേ, എനിക്ക് കാഴ്ച പ്രാപിക്കണം. റബ്ബൂനി, എനിക്ക് കാഴ്ച പ്രാപിക്കണം എന്ന് പറഞ്ഞ, ഹല്ലേലൂയ, സ്തോത്രം. എനിക്ക് സ്ഥാനമോ പദവിയോ പേരോ പെരുമയോ പണമോ അന്തസ്തോ എനിക്കൊന്നും വേണ്ട. എനിക്ക് അങ്ങേ ഒന്ന് കാണത്തക്കവണ്ണം എൻ്റെ കണ്ണിനെ ഒന്ന് തുറന്നു തരണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശിഷ്യന്മാർ, യേശുവിന് പല ശിഷ്യന്മാരുണ്ടായിരുന്നു. നമുക്കറിയാം, 120 പേരില് 70 ഗ്രൂപ്പുണ്ട്, 70-ല് 12-ന്റെ ഗ്രൂപ്പുണ്ട്, 12-ല് 3 ഗ്രൂപ്പുണ്ട്. 3-ല് യേശുവിന്റെ മാരത്തോട് അണിഞ്ഞിരിക്കുന്ന സ്നേഹത്തിന്റെ അപ്പോസ്തലൻ എന്ന് വിളിക്കപ്പെടുന്ന യോഹന്നാനുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. ഏറ്റവും സ്നേഹിച്ച കോർ ഗ്രൂപ്പിലുള്ള 2 സഹോദരന്മാർ ശിഷ്യന്മാരോടാണ് ചോദിക്കുന്നത്, ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്തു തരണം? അവര് പറഞ്ഞു, കർത്താവേ, അങ്ങ് രാജ്യത്വം പ്രാപിച്ചു വരുമ്പോ ഒരുത്തൻ ഇടത്തോട്ടും മറ്റൊരുത്തൻ വലത്തോട്ട് ഇരിക്കാൻ ഞങ്ങൾക്ക് അവസരം ഒരുക്കി തരണം. എന്റെ ചിന്ത ഉടനെ പോയത്, ബാക്കിയുള്ള 10 പേര് കാണാതിരിക്കുമ്പോ ഇവർ 2 പേര് രഹസ്യമായിട്ട് യേശുവായിട്ട് ഒരു ഡീലിംഗ് നടത്തുക. കർത്താവെ, മറ്റുള്ളവർക്ക് കിട്ടിയില്ലെങ്കിൽ ഞങ്ങൾക്ക് 2 പേർക്ക് 2 കശേര അങ്ങ് ഒരുക്കിക്കൊള്ളണം. യേശു പറഞ്ഞു, ഞാൻ കുടിക്കുന്ന പാനപാത്രത്തിൽ നിങ്ങൾക്ക് കുടിക്കാൻ പറ്റുമോ? ഹല്ലേലൂയ. ഞാൻ ഏൽക്കുന്ന സ്ഥാനം നിങ്ങൾക്ക് ഏൽക്കാൻ പറ്റുമോ? ഒരുപക്ഷെ അത് ഏറ്റെടുത്തെങ്കിൽ പോലും, ഹല്ലേലൂയ, എന്റെ വലത്തോട്ടോ ഇടത്തോട്ടോ ആരിക്കണമെന്ന് തീരുമാനിക്കുന്നത് ഞാനല്ല, എന്റെ പിതാവാണ്. ഹല്ലേലൂയ. മനുഷ്യപുത്രൻ ഈ ലോകത്തിൽ വന്നത് ശുശ്രൂഷ ഏൽക്കാനല്ല, ശുശ്രൂഷ ചെയ്യാനത്രേ. തന്നെ തന്നെ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും, തന്നെ തന്നെ ഉയർത്തുന്നവനെ താഴ്ത്തപ്പെടും. ഇന്ന് പകൽക്കാലം പലർക്കും പേര് വേണം, പലർക്കും സ്ഥാനം വേണം, പലർക്കും ദൈവത്തിന്റെ കൃപ വേണ്ട, ദൈവത്തിന്റെ സമ്പത്ത് വേണം, ദൈവത്തിന്റെ അനുഗ്രഹം വേണം, ദൈവത്തിൽ നിന്ന് ലഭിക്കുന്ന ഉയർച്ച വേണം, ദൈവത്തിന്റെ നന്മ അനുഭവിക്കണം. ചിലർക്ക് കസേരയേറെ അടിയാണ്. പക്ഷെ ഇന്നൊരു പകൽക്കാലം, ഹല്ലേലൂയ, കുരുടൻ പറഞ്ഞതുപോലെ വഴിമധ്യത്തിൽ ആർക്കും വേണ്ടാതെ കിടക്കുന്ന ആ കുരുടൻ പറഞ്ഞതുപോലെ പറ, കർത്താവേ, എനിക്ക് ഇതൊന്നുമല്ല, എനിക്ക് അങ്ങേ കാണണം,
എനിക്കങ്ങേ കാണണം. ഞാൻ ഇത്രയും വർഷം ഞാൻ കേട്ടിട്ടുണ്ട്. ഇന്ന് രാത്രി എത്ര പേര് പ്രാർത്ഥിക്കും, ഓ ലോർഡ് ഓപ്പൺ മൈ ഐസ്, എന്റെ കണ്ണിനെ ഒന്ന് തുറക്കണം, എനിക്ക് അങ്ങയുടെ സാന്നിധ്യം കാണണം, അങ്ങയുടെ മുഖം എനിക്ക് കാണണം. 10,000-ങ്ങളിൽ അതിസുന്ദരനായ വെണ്മ തേജസ്സുള്ള ഹല്ലേലൂയ എന്റെ കർത്താവിന്റെ പൊന്മുഖം എനിക്കൊന്ന് കാണണം. ഓരോരോ ആരാധനയിലും ഓരോരോ കൂട്ടായ്മയിലും ദൈവമക്കളുടെ കണ്ണൊന്ന് തുറന്നു കിട്ടിയിരുന്നെങ്കിൽ ആത്മീയഗോളം ഓരോ ദിവസം തകർന്നുകൊണ്ടിരിക്കുക. സ്ഥാനത്തിന് വേണ്ടി, കശേരയ്ക്ക് വേണ്ടി, പേരിന് വേണ്ടി ദൈവനാമം ദുഷിക്കുന്നത് പോലെ സംഭവങ്ങൾ കേട്ടോണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. അക്കുരുടനുള്ള പരിജ്ഞാനമില്ലയോ? അവനറിയാം, യേശുവിനെ പറ്റി അവൻ ഒത്തിരി കേട്ടിട്ടുണ്ട്. പെത്തന്മാരെ വിടുവിക്കുന്നവനാ, കുരുട്ട് കണ്ണുകളെ തുറക്കുന്നവനാ, അല്ലല്ലോ കുഷ്ഠരോഗിയെ തൊട്ടെനിക്ക് മനസ്സുണ്ട് സൗഖ്യമാകാൻ പറയുന്നവനാ, ശുദ്ധനാകാൻ പറയുന്നവനാ. ഹല്ലേലൂയ. ഈ യേശുവിന്റെ സ്നേഹം ഞാൻ കേട്ടിരിക്കുക. പക്ഷെ എനിക്കൊന്ന് കാണാൻ കൊതിയാകുന്നപ്പാ, കൊതിയാകുന്ന. എത്ര പ്രസംഗം കേട്ടിട്ടില്ല, എത്ര ദൂത് കേട്ടിട്ടില്ല, എത്ര വചന വെളിപ്പാട് ദൈവദാസന്മാർ വിളിച്ചു പറഞ്ഞിട്ടില്ല. എന്നെങ്കിൽ പ്രാർത്ഥിച്ചിട്ടുണ്ടോ, കർത്താവെ കേൾക്കുന്നത് മാത്രമല്ല എനിക്കങ്ങേ ഒന്ന് കാണണം, എനിക്കങ്ങേ ഒന്ന് കാണണമെന്ന് ആഗ്രഹിക്കുന്ന ദൈവമക്കൾ ഇതിന്റെ അകത്തുണ്ടെങ്കിൽ ഒന്ന് സ്തോത്രം പറഞ്ഞാട്ട്. ഞാൻ നിനക്ക് എന്ത് ചെയ്യണം? വിഷയം ഏതായിക്കൊള്ളട്ടെ, ചോദിക്കുന്ന ചോദ്യം റബോനി. റബോനി എന്ന് പറഞ്ഞ റബി മീൻസ് മാസ്റ്റർ. റബി മീൻസ് മാസ്റ്റർ. റബോൻ, റബോൻ ഗ്രേറ്റ് മാസ്റ്റർ. റബോനി മൈ ഗ്രേറ്റ് മാസ്റ്റർ. ഓ സ്വോത്രം. അവൻ പറഞ്ഞു റബോനി എന്ന് പറഞ്ഞ അങ്ങ് സിനിഗോഗിൽ പ്രസംഗിക്കാൻ വന്ന ഉപദേശിയായിട്ടല്ല അവൻ. ആ കുരുടൻ പറയുന്ന റബോനി എന്ന് പറഞ്ഞ മൈ ഗ്രേറ്റ് മാസ്റ്റർ, എന്റെ ശ്രേഷ്ഠ യജമാനനെ. എന്ത് പേഴ്സണൽ ടച്ച് അതിലുള്ളത്. ഹല്ലേലൂയ. സങ്കീർത്തനക്കാരെ ഒരിക്കൽ പറഞ്ഞു, എൻ മനമേ യഹോവയെ വാഴ്ത്തുക. ഹല്ലേലൂയ. മറ്റുള്ളവരല്ല നോക്കുന്നത്. ഹല്ലേലൂയ. സങ്കീർത്തനക്കാരൻ പറഞ്ഞു, എന്റെ ദൈവം എന്റെ ഇടയനാകുന്നു, എന്റെ ഇടയനാകുന്ന പേഴ്സണൽ ഇന്റിമേഷൻ, ഒരു പേഴ്സണൽ ബന്ധം. ഈ കുരുടന് എവിടെ ഉണ്ടായിരുന്നു പേഴ്സണൽ ബന്ധം? അവൻ പറയുന്നു റബോനി മൈ ഗ്രേറ്റ് മാസ്റ്റർ. സ്വന്തമാക്കി എടുക്കുക. അവൻ കരുത്തോടെ പറയുക, മൈ ഗ്രേറ്റ് മാസ്റ്റർ ഓപ്പൺ മൈ ഐസ് റബോനി. ഇന്ന് പകൽക്കാലം ബന്ധം തകർന്നു കിടക്കുന്നു. പ്രാർത്ഥനയിൽ കൂടി ദൈവമായിട്ട് അകന്നിരിക്കുന്നു, പ്രാർത്ഥനയിൽ നിന്ന് അകന്നിരിക്കുന്നു, ആത്മീയ കാഴ്ചപ്പാടിൽ നിന്ന് അകന്നിരിക്കുന്നവര് യേശുവായിട്ടുള്ള ബന്ധത്തിലേക്ക് മടങ്ങി വരട്ടെ, മടങ്ങി വരട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എനിക്ക് അവൻ ചോദിച്ചു, എനിക്ക് എന്റെ കണ്ണിനെ ഒന്ന് തുറന്നു തരണം. വചനത്തിൽ 119 സങ്കീർത്തനം അതിന്റെ 18 വാക്യം പറയുന്നത്, കർത്താവേ എന്റെ കണ്ണിനെ ഒന്ന് തുറക്കണമേ. എന്തിനാ കണ്ണിനെ തുറക്കണം? ന്യായപ്രമാണത്തിലുള്ള അത്ഭുതം കാണേണ്ടതിന്. സങ്കീർത്തനം ചമയ്ക്കുന്ന സങ്കീർത്തനക്കാരൻ കുരുടനായിട്ടല്ല, അവന് കാഴ്ച ഉണ്ട്. പക്ഷേ അവന് ന്യായപ്രമാണത്തിൽ കണ്ട അത്ഭുതം അവന് കാണണം, കാണണം. ആമേ. അത്ഭുതം ചെയ്യുന്ന ദൈവം റിട്ടയർഡായി പോയിട്ടില്ല. അത്ഭുതം ചെയ്യുന്ന ദൈവം ഇന്നും ജീവിക്കുന്നു. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പ്രാർത്ഥിക്കുമ്പോ പറയാറില്ലയോ, ഏലിയാവിന്റെ ദൈവം എവിടെ? കർത്താവ് അവിടെ നിന്ന് ചോദിക്കുന്നു, ഏലിയാക്കന്മാർ എവിടെ? ഏലിയാക്കന്മാർ ഉണ്ടെങ്കിൽ ഏലിയാവിന്റെ ദൈവം അവൻ ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനായിരിക്കുന്ന ദൈവമാണ്. അത്ഭുതം നിന്ന് പോയിട്ടില്ല,
അത്ഭുതം ചെയ്യുന്ന ദൈവം റിട്ടയർഡായി പോയിട്ടില്ല. അത്ഭുതം ഇന്നും നടന്നുകൊണ്ടിരിക്കുക. മാരകമായ രോഗങ്ങൾ, ക്യാൻസറുകൾ, ട്യൂമറുകൾ അപ്രത്യക്ഷമാകുന്നത് കണ്ണുകൊണ്ട് കണ്ടവനാ ഞാൻ പറയുന്നത്. അത്ഭുതം നിന്ന് പോയിട്ടില്ല. ജാതികളുടെ മധ്യത്തിൽ ശുശ്രൂഷിക്കുന്ന എനിക്കറിയാം ദൈവം ചെയ്യുന്ന ഓരോ അത്ഭുതം. ഹല്ലേലൂയ. അത് കാണണമെങ്കിൽ നിന്റെ കണ്ണൊന്ന് തുറക്കണം. സ്തോത്രം. കണ്ണടച്ചോണ്ടല്ല അത്ഭുതം ചോദിക്കേണ്ടത്. ഈ കണ്ണ് ദൈവവചനത്തിൽ ദർശനത്തെ കാണിക്കുന്നു. സ്തോത്രം. ദർശനമുണ്ടോ നിനക്ക് കാണാം. ആമേ. ഇത് പലർക്കും ദർശനം നഷ്ടപ്പെട്ടു. വിഷൻ ഫ്രം ഗാഡ്, വിഷൻ ഫോർ ഗാഡ്. ദൈവത്തിൽ നിന്ന് ലഭിക്കുന്നതാണ് ദർശനം, ദൈവത്തിന് വേണ്ടിയുള്ളതാണ് ദർശനം. സ്തോത്രം. ദർശനം നഷ്ടപ്പെട്ടു. യേശു കർത്താവ് ഒരിക്കൽ മത്തായി സുവിശേഷം 6:22 ഇങ്ങനെ പറഞ്ഞു. സ്തോത്രം. ഒന്ന് വായിച്ച് 6:22. ശരീരത്തിന്റെ വിളക്ക് കണ്ണാകുന്നു. കണ്ണ് ചൊവ്വുള്ളതാണെങ്കിൽ നിന്റെ ശരീരം മുഴുവനും പ്രകാശിതമായിരിക്കും. ആമേ. അപ്പൊ ശരീരം ദൈവത്തിന്റെ സഭ ദർശനമുള്ളതായിരിക്കണം. സ്വത്രം പറയുന്നില്ലല്ലോ. ആമേ. അകത്തെ മനുഷ്യൻ, പുറത്തെ മനുഷ്യൻ. അകത്തെ മനുഷ്യൻ ആത്മീയ മനുഷ്യൻ, പുറത്തെ മനുഷ്യൻ ശാരീരിക മനുഷ്യൻ. പുറമെ കാണുന്നത് കണ്ണുകൊണ്ട് നമ്മൾ കാണുന്നുണ്ട്, അത് ഫാക്റ്റാണ്. പക്ഷെ ആന്തരിക കണ്ണുകൊണ്ട് കാണുന്നത് സൂപ്പർ നാച്ചുറൽ ആണ്. അകം കണ്ണൊന്ന് തുറക്കണം. അത്ഭുതം നിന്ന് പോയിട്ടല്ല, കണ്ണ് അടഞ്ഞു പോയത് കൊണ്ട്. യേശു കർത്താവിന്റെ കൂടെ നടന്ന ശിഷ്യന്മാർ, യേശു ക്രൂശിക്കപ്പെട്ടു, ക്രൂശിൽ മരിച്ചു, അടക്കപ്പെട്ടു, 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് വന്നു. 40 ദിവസം ഈ ഭൂമിയിൽ സഞ്ചരിച്ച പലർക്കും അവൻ തന്നെ വെളിപ്പെടുത്തി കൊടുത്തു. അങ്ങനെ എമ്മാവിലേക്ക് കടന്നു പോകുന്ന 2 ശിഷ്യന്മാർക്കും വെളിപ്പെട്ടു. ശിഷ്യന്മാർ കൂടെ നടക്കുന്ന യേശുവിനെ കണ്ടിട്ടും വിശ്വസിക്കുന്നില്ല. സ്തോത്രം. വിശ്വസിക്കുന്നില്ല. ഹല്ലേലൂയ. അധികം സമയമൊന്നും ആയിട്ടില്ല കേട്ടോ, അധികം വർഷങ്ങളൊന്നും ആയിട്ടില്ല. എങ്കിലും ഇവർക്ക് കൂടെ നടന്ന് തന്റെ പ്രാണനാഥനായ യേശുവിനെ ഇവർക്ക് കാണാൻ പറ്റുന്നില്ല. എന്താ കുഴപ്പം? ഇവരെ കണ്ണങ്ങ് അടഞ്ഞിരിക്കുക. ദൈവത്തിന്റെ വചനം നിങ്ങൾ വീട്ടിൽ പോയി ലൂക്കോസിന്റെ സുവിശേഷം 18:41 ഒന്ന് വായിച്ചു നോക്കിയാ അവിടെ കാണാ, ആ യേശു അവരെ കണ്ണിനെ ഒന്ന് തുറന്നു. ഇന്ന് പകൽക്കാലം ചിലതിന്റെ കണ്ണ് തുറക്കട്ടെ. സ്തോത്രം. എപ്പോഴാ തുറന്നേ? എമ്മാവൂലേക്ക് പോകുന്ന ശിഷ്യന്മാർ, അതിൽ തോമസ് സ്തോത്രം സംസാരിച്ചപ്പോ ഒന്നും വിശ്വസിച്ചില്ല. കൈ ഒന്ന് കാണിച്ചു, അതൊന്ന് തൊട്ടു നോക്കി, എന്നിട്ടാ പറഞ്ഞു കറക്റ്റാ. ഇപ്പൊ യേശു ഒരു വാക്ക് പറയുന്നു, കാണാതെ വിശ്വസിക്കുന്നവൻ ഭാഗ്യവാന്. തോമസേ, നീ കണ്ടിട്ട് സ്തോത്രം പറയുന്നതും കാണാതെ സ്തോത്രം പറയുന്നതിന് 2 വിടുതൽ കിട്ടിയാത്ത സ്തോത്രം പറയുന്നതും വിടുതൽ കിട്ടുന്നതിന് മുൻപേ അഡ്വാൻസ് ആയിട്ട് സ്തോത്രം പറയുന്നതും 2 അത് കണ്ണ് തുറന്നവർക്ക് മാത്രമേ അങ്ങനെ പറയാൻ പറ്റത്തുള്ളൂ. അത് വിശ്വസിക്കുന്ന ദൈവ മക്കൾക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അകത്തെ കണ്ണ്, പുറത്തെ കണ്ണ്. അകം കണ്ണ് അടഞ്ഞ പുറം കണ്ണ് തുറക്കും, പുറം കണ്ണ് അടഞ്ഞ അകം കണ്ണ് തുറക്കും. ശരീരം പ്രകാശിക്കണമെങ്കിൽ
കണ്ണ് ചൊവ്വുള്ളതായിരിക്കണം. നിന്റെ ദർശനം നന്നതായെങ്കിൽ, ഹല്ലേലൂയ, നിന്റെ കാഴ്ചപ്പാട് നല്ലതാണെങ്കിൽ നിന്റെ ശരീരം നല്ല പ്രകാശിക്കും. ദൈവത്തിന്റെ മന്ദിരമാണ് നിന്റെ ശരീരം. അവിടെ ദൈവം വസിക്കുമ്പോ ദൈവികമായ ദർശനം നിനക്കുണ്ടെങ്കിൽ നീ പോകുന്ന ഓഫീസില്, പോകുന്ന ഭവനത്തില്, സഭയ്ക്ക് നീ ഒരു അന്ധകാരമാകുകയില്ല, നീ ഒരു പ്രകാശമായിരിക്കും. ആദം ഹവ്വ പാപം ചെയ്തു. അരുത് അരുത് എന്ന് പറഞ്ഞത് ചെയ്തു. അവരുടെ അകം കണ്ണ് അടഞ്ഞു. ദൈവം അവരെ സൃഷ്ടിച്ചപ്പം ഗ്ലോറിഫൈഡ് ഫ്ലഷ്, തേജസ്സിന്റെ ശരീരം കൊണ്ടാ സൃഷ്ടിച്ചത്. സന്ധ്യ ആകുമ്പോ പിതാവായ ദൈവം ഏദൻ തോട്ടത്തിൽ ഇറങ്ങി വരും. നമ്മുടെ കുഞ്ഞുങ്ങളുടെ കരം പിടിച്ച് നമ്മൾ വാക്കിംഗ് ചെയ്യുന്നത് പോലെ സന്ധ്യ ആകുമ്പോ പിതാവായ ദൈവം ആദാമും ഹവ്വയും പിടിച്ച് വാക്കിംഗ് ചെയ്തുകൊണ്ട് നടക്കും. അന്നും അവർ നഗ്നരായിരുന്നു, പക്ഷെ അവര് പുറം കണ്ണ് അടഞ്ഞിരുന്നു, അകം കണ്ണ് തുറന്നിരുന്നു. അകം കണ്ണ് തുറന്നത് കൊണ്ട് അവർ ദൈവത്തിന്റെ തേജസ് കണ്ടു, ദൈവത്തെ കണ്ടു. പാവം ചെയ്തപ്പോ അവരുടെ അകം കണ്ണ് അടഞ്ഞു, പുറം കണ്ണ് തുറന്നു. അവർ ഓടി മറഞ്ഞു. കർത്താവ് ദൂരത്തിൽ നിന്ന് ചോദിക്കുന്നു, കേൾക്കുന്ന അന്തരത്തിൽ നിന്ന് ചോദിക്കുന്നു, മനുഷ്യ നീ എവിടെ? അവൻ പാവത്തിൽ വീഴ്ന്നു പോയി. അവൻ മാറി നിൽക്കുന്നു. അവന്റെ അകം കണ്ണ് അടഞ്ഞു. പുറം കണ്ണ് തുറന്നപ്പം അവൻ കാണുന്നത് നഗ്നതയാ, അവൻ കാണുന്നത് ശൂന്യതയാ. ഇന്ന് പകൽക്കാലം എന്റെ ദൂത് അവസാനിക്കുന്നതിന് മുൻപ് പറയട്ടെ, നിന്റെ പുറം കണ്ട് കാണുമ്പോ പലതും നഗ്നതയും ശൂന്യതയും തകർച്ചയും വളരെ പ്രതികൂലം നീ കാണു. പക്ഷെ നീ അകം കണ്ണുകൊണ്ട് ദൈവത്തെ കണ്ടോണ്ടിരുന്ന ഈ പ്രതികൂലം പ്രശ്നങ്ങൾ ഒന്നും ഇല്ല. പഴയ നിയമത്തിൽ ഒരുത്തന്റെ കണ്ണ്, അകം കണ്ണ് അടഞ്ഞ് പുറം കണ്ണ് തുറന്നു. പുതിയ നിയമത്തിൽ വന്നപ്പം തർശീസിന്റെ സൗൽ ക്രിസ്ത്യാനികളെ കൊന്നൊതുക്കാൻ പുറപ്പെട്ടവൻ, ഹല്ലേലൂയ, സഭകളെ നശിപ്പിക്കാൻ, ഹല്ലേലൂയ, ഒരു അധികാര പത്രത്തോടെ അവൻ കുതിര കയറി യാത്ര തുടങ്ങി. ദമസ്കോസിന്റെ പടിവാതിക്കൽ കടന്നു വന്നപ്പോ ഹല്ലേലൂയ, നീതി സൂര്യന്റെ എൻകൗണ്ടർ അവനുണ്ടായി. അവൻ താഴെ വീഴുന്ന ഒരു ചോദ്യം ചോദിച്ചു, അങ്ങ് ആരാകുന്നു കർത്താവേ? യേശു അവന് പ്രത്യക്ഷപ്പെട്ട് പറയുന്ന ഒരു വാക്കാണ്, നീ ഉപദ്രവിക്കുന്ന യേശു ഞാനാകുന്നു. അവന്റെ പുറം കണ്ണ് അടഞ്ഞു, അവന്റെ ആന്തരിക കണ്ണ് തുറന്നു. സ്വത്രം, ഒരു അധികാര പത്രത്തോടെ ഇറങ്ങി തിരിച്ചവൻ, ഹല്ലേലൂയ, സഭകളെ നശിപ്പിക്കാൻ പുറപ്പെട്ടവൻ, ക്രിസ്ത്യാനിയുടെ പേരില് ഭൂമുഖത്തിൽ ഇല്ലാതെ തുടച്ചു മാറ്റാൻ ഇറങ്ങി തിരിച്ചവൻ, 3 ദിവസം അവന്റെ പുറം കണ്ണ് അടഞ്ഞു. ആ 3 ദിവസത്തിന്റെ അകത്ത് ദൈവം അവന്റെ ആന്തരിക കണ്ണ് തുറന്നു. സ്വത്രം, നിങ്ങൾക്കറിയാമോ, ആ പൗലോസ് പിന്നെ അവൻ സഭ ഉപദ്രവിക്കാൻ പോയതല്ല. അവൻ ഏകദേശം എബ്രായ ലേഖനം ഉൾപ്പെടുത്തിക്കൊണ്ട് 14 ലേഖനങ്ങൾ എഴുതത്തക്കവണ്ണ ഏഷ്യ മൈനറിലും പല സഭകൾ സ്ഥാപിക്കാൻ അപ്പോസ്തലന്മാരിൽ ശ്രേഷ്ഠ അപ്പോസ്തലനായിട്ട് ദൈവനാമത്തിന് വേണ്ടി ഹല്ലേലൂയ ശുശ്രൂഷയുടെ മഹത്വമേറിയ പദവിയിലേക്ക് കയറിയത് അവൻ ആന്തരിക കണ്ണ് തുറന്നത് കൊണ്ട്. ഇന്ന് പകൽക്കാലം ഞാനിവിടെ എൻ്റെ വാക്കുകളെ നിർത്തട്ടെ. പ്രിയ ദൈവമക്കളെ, ഞാൻ ഒരു വാക്ക് നിർത്തുന്നതിന് മുമ്പ് പറയട്ടെ. പുറമെ കാണുന്നതല്ല താൽക്കാലികമാ. അകം കണ്ണുകൊണ്ട് ഉയരത്തിൽ നോക്കുക. നിനക്ക് വേണ്ടി ദൈവം കരുതിയിരിക്കുന്നത് ഒരു കണ്ണും കണ്ടിട്ടില്ല, ഒരു ചെവിയും കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ ഉള്ളില് ആ തോന്നൽ പോലും വന്നിട്ടില്ല. കർത്താവായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അത്ഭുതങ്ങൾ കാണത്തക്കവണ്ണ നിങ്ങളുടെ കണ്ണ് തുറന്നു വരട്ടെ. May God richly bless you. Thank you, Pastor, once again. God bless you. Thank you.